ഇന്ന് ഞാൻ എൻ്റെ മകൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു ധാന്യക്കൂട്ടിൻ്റെ പൊടി പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഓർത്തു ഇത് പൊടിച്ചെടുക്കുന്ന ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ മോംസിനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയാത്തവരുണ്ടാവാം, ചിലപ്പോൾ അറിയുന്നവരുണ്ടാകാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചെടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുത്ത് ഭയങ്കര ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഓർത്തു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ മേടിച്ചു കൊണ്ടുവന്ന ഒരു ഹെൽത്ത് മിക്സിൻ്റെ ധാന്യക്കൂട്ടിൻ്റെ ഒരു പാക്കറ്റാട്ടോ ഇത്. ഏകദേശം 1 കിലോ തൂക്കം വരുന്ന 22 ധാന്യങ്ങൾ അടങ്ങുന്ന ഒരു പാക്കറ്റാണ്. ഇത് കഴുകി ഉണങ്ങിയാണ് ഈ പാക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഓരോ ധാന്യക്കൂട്ടും ഞാൻ പൊടിക്കുന്നതിന് മുമ്പായിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി നമ്മൾ അതിലിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഓരോ ധാന്യക്കൂട്ടും നമ്മൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുത്തു കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ബദാമും കാഷ്യൂനട്ടും പിസ്തയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ശേഷം അപ്പം നമ്മളിങ്ങനെ സെപ്പറേറ്റ് വറുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കേടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. ചില ധാന്യക്കൂട്ടൊക്കെ കുറച്ച് നാൾ പാക്ക് ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ പുഴുക്കുത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചൂടാക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ക്ലീൻ ആയിരുന്നു. നമ്മളെല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം അരിച്ചെടുത്ത പൗഡർ നമ്മളൊരു ടിന്നിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ആവശ്യം വരുമ്പോൾ കുറുക്കുണ്ടാക്കി കൊടുക്കാം. മിക്കവാറും ഞാൻ രാവിലെ വൈകുന്നേരമൊക്കെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പൊടിയുടെ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് മിക്ക ദിവസങ്ങളിലും. ഞാൻ എൻ്റെ മോനും കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവൻ ചെറുതായിരിക്കുമ്പോൾ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതിൽ ഒത്തിരി ഫൈബർ കണ്ടൻറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏകദേശം ഒരു 7 മാസം മുതൽ ഇത് കൊടുക്കാം കേട്ടോ. കാരണം ഒത്തിരി നട്ട്സും അതുപോലെ തന്നെ ധാന്യക്കൂട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ദഹനത്തിനൊക്കെ ഒരു 7 മാസം 8 മാസം മുതൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനും 7 മാസത്തിന് ശേഷമാണ് കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ, കുഞ്ഞു മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ബായ്.